ഇവിടെ നല്ല അടിപൊളി വ്യൂ. പക്ഷെ വഴിയൊന്നും കാണില്ലല്ലോ. ഇതിങ്ങനെ ഒരുപാട് കാടിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തോന്നല്ലേ. കണ്ടിട്ട് തന്നെ പേടിയാവണ്. മര്യാദക്ക് പുറത്തിറങ്ങി ഒന്ന് കാഴ്ച കാണാന്ന് വെച്ചിട്ട് അല്ല തലയും കുത്തി വീഴൂട്ടാ. ആ കുളത്തിന്റെ അടുത്തൊക്കെ വീടുണ്ട് പൊക്കത്ത്. അയ്യോ അതെന്താണ്? കിണറാണ്. കിണറ് മുതലേ ഉണ്ടാവും. മുതല നമ്മളിപ്പോ ദേ ഇവിടെ കൊറേ വിറകൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ബാക്ക് സൈഡ് കണ്ടില്ലേ? കണ്ടിട്ട് പേടിയായിട്ട് വയ്യ. അതുപോലെ പാമ്പൊക്കെ ഉണ്ടാവുന്നു. ഓക്കെ ചൂട് പിടിച്ചതിനെ പിന്നെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യണത്. തീർന്നതോടുകൂടി ചിക്കൻ ഓൺ ദി സ്റ്റേജ്. ഇഷ്ടപ്പെട്ട ചിക്കൻ? You can have my dolly. നല്ല വെയിലുണ്ടല്ലോ ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ. പെൻസിൽ വാലിയയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച വീടാണ് കേട്ടോ ഇത്. തണുപ്പുണ്ടല്ലോ പുറത്ത്. ഈ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ടേബിള് ചെയർ അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ എന്തൊക്കെയോ പണി സാധനങ്ങളാണ്, പിന്നെ അവരുടേതായ എന്തോ എല്ലാവരും ചില്ലറ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ബാക്ക് സൈഡിലായിട്ടാണ് ഈ കാട് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാടാണെങ്കിലും കാണാനൊക്കെ ആയിട്ടേ. പിന്നെ മാത്രമല്ല മൊത്തത്തിൽ ഒരു പച്ചപ്പാണ്, ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിക്കാണ് കേട്ടോ ഇട്ടേക്കണത്. വീടൊന്നും അങ്ങനെ അടുത്തൊന്നുമല്ല, കുറേ ദൂരമായിട്ടാണ് വീടുകളൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ഒരു വീട്, ഒരു കാടിൻ്റെ കൂടെ ചേർന്ന് ഒരു ഒറ്റപ്പെട്ട വീട് അങ്ങനെയാണ് കേട്ടോ ഇത്. എന്തായാലും അടിപൊളിയാണ്. അപ്പം നമ്മളെന്തായാലും ഒന്ന് വൈകിട്ട് ഒന്ന് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരമാണല്ലോ, അപ്പോൾ ഒന്ന് നടന്ന് കാഴ്ചയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഒരുപാടുണ്ട് കേട്ടോ അങ്ങോട്ട് നടക്കാനായിട്ട്. കുറേ അവിടെ ഇവിടെയൊക്കെ വഴികളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയി അവിടെ എന്തൊക്കെയാണ് നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ട്രക്കിങ്ങിന് പോകാൻ തോന്നുന്നല്ലേ. പക്ഷെ വഴിയൊന്നും കാണില്ലല്ലോ. അതേലും അവിടെ ഉണ്ട് വഴി. അവിടെ നിന്ന് ഉള്ളിലേക്ക് വഴിയുണ്ട്. ഒരു കാറ് വരുന്നുണ്ടല്ലോ. ആ കാണുന്നതെല്ലാം എയർബിഎൻബി വഴിയുള്ള വീടുകളാണ് തോന്നണം. ഇതിങ്ങനെ ഒരുപാട് കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ തോന്നല്ലേ ട്രക്കിങ്ങിന്. പിന്നെ കണ്ടിട്ട് തന്നെ പേടിയാവണ്. അതെ കണ്ട എൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് കുറേ. എൻ്റെ ബാക്കിൽ കാണുന്ന വഴിയാണ്ട ഇത് ട്രക്കിങ്ങിന് പോണ വഴിയാണത്. ഒരുപാട് പോകണമെന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലേക്ക്. എന്തൊരു വെയിലാണ്. വെയിലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നല്ല തണുപ്പാണ്. എനിക്ക് തോന്നണത് ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ടാണോ എന്നറിയില്ല. ചെറിയ തണുപ്പും. മര്യാദക്ക് പുറത്തിറങ്ങി ഒന്ന് കാഴ്ച കാണാമെന്ന് വെച്ചിട്ട് തണുത്തിട്ട് വയ്യ. എൻ്റെ പിന്നെയൊക്കെ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയൊക്കെയാണ്. അവരവിടെ എത്തി. ഈ റോഡ് ഒരു ഭയങ്കര മെറ്റിലിട്ട റോഡാണ്. ഇത് കണ്ടില്ലേ കുണ്ടും കുഴിയും. സൂക്ഷിച്ച് കിടന്നില്ലെങ്കിൽ ചിലപ്പോൾ തലയും കുത്തി വീഴും. അവിടെ ചെറിയൊരു ലേക്ക് കാണുന്നുണ്ട് കണ്ട. ഒരു കുഞ്ഞു പോണ്ട് പോലെ കുളമാണെന്ന് തോന്നണത്. പിന്നെ എനിക്ക് വയ്യോടെ ഫസ്റ്റ് അല്ല തലയും കുത്തി വീഴൂട്ടാ. ഇത് മെറ്റിലാണ്. വേണ്ട പതുക്കെ നടന്നാൽ മതി. വേണ്ട ആരും ഫസ്റ്റ് എത്തണ്ട. അതൊരു കുളമാണ്. ആ കുളത്തിൻ്റെ അടുത്തൊക്കെ വീടുണ്ട് പൊക്കത്ത്. അവിടെ ഒരു വീടും ചെറിയൊരു കുളവും. ഇവിടെയൊക്കെ കാണുന്ന വീടുകൾ കണ്ട് ഇതെല്ലാം അതേപോലെ എയർബിഎൻബി വഴിയുള്ള വീടാണ്. എന്താ കാട്. ഇവിടെ ഷട്ടിൽ കളിക്കാം കേട്ടോ. വോളിബോള അങ്ങനെയുള്ള ഇതൊക്കെ കളിക്കണ ഏരിയയാണിത്. നമ്മളിപ്പോൾ നടന്ന് കുറേ എത്തി. നല്ല വെയിലും ഉണ്ട് തണുപ്പും ഉണ്ട്. ഇത് ചെറിയൊരു ലേക്ക് പോലെയാണ്. ശരിക്കും കുളം പോലെ തന്നെ, ഇത്തിരി വലുതാണെന്നുള്ളൂ. ചുമന്ന ഇലയുള്ള മരം അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനോട് ചേർന്ന് തന്നെ ലേക്ക്.
ഇവിടെ കുറേ ടേബിളും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം, ഗ്രില്ല് ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അയ്യോ അതെന്താണ്, കിണറാണോ? കിണറ് ക്യാമ്പ് ഫയറാ? ഇത് ഇതിങ്ങനെ മുകളിലേക്ക് ആക്കും, എന്നിട്ട് ഇങ്ങനെ വെക്കാണ്ട് അടിയിൽ ചാർക്കോൾ ഇട്ടിട്ട് ഇത് ഇത്തിരി മുകളിലേക്ക് ആക്കി ഇവിടെയൊക്കെ വെക്കാം, അതും മുകളിലേക്ക് ആക്കണം. എന്നിട്ട് അടിയിൽ ചാർക്കോൾ ഇട്ടിട്ട് മുകളിൽ നമ്മള് അവിടെ ഉണ്ട് ഗ്രില്ല്. ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കുറേ ഉണ്ട്, പക്ഷേ എങ്കിൽ ഉപയോഗിക്കാതെ കിടന്നിട്ടാണെന്നോണം ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ആ കണ്ടത് ക്യാമ്പ് ഫയർ ആണ്. ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇവിടെ ഒരുപാട് ലോക്കൽസും പിന്നെ അതുപോലെ തന്നെ എയർബിഎൻബി വഴിയുള്ള ടൂറിസ്റ്റുകളൊക്കെ വന്നൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ല, അവിടെ അറ്റത്ത് കുട്ടികൾക്ക് വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വെയിൽ. വേണ്ട, മുതലേ ഉണ്ടാവും. മുതല ഗ്രില്ല് ചെയ്യണം. ടൂറിസ്റ്റുകൾ പിന്നെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാനായിട്ടേ നമ്മളെപ്പോലെ ഇങ്ങനെ എയർബിഎൻബി വഴി താമസിക്കുന്ന ആളുകൾ അത്രേ ഉള്ളൂ. എന്തായാലും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, കുറേ ഉള്ളിലേക്കായിട്ടാണ്, പെൻസിൽവാലയുടെ ഒരുപാട് ഉള്ളിലേക്കായിട്ടുള്ളൊരു ഗ്രാമപ്രദേശം എന്ന് തന്നെ പറയാം. നമ്മളങ്ങനെ നടക്കുമ്പോഴത്തേനും ഒരു കപ്പിൾസിനെ കണ്ടായിരുന്നു, പ്രായമായിട്ടുള്ളവരാണ്ട്. ഇവർ ഏകദേശം ഒരു 10-30 വർഷമായി തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ടെന്നൊക്കെയാണ് അവർ പറയണത്. അവർക്ക് ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു ഏരിയ ആണല്ലോ, അവർക്കിത് വിട്ടിട്ട് പുറം ലോകത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റൂല എന്നൊക്കെയാണ് പറയുക. എന്തായാലും അവർ വൈകിട്ട് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അവരുടെ കൂടെ ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടിക്കുട്ടി അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് ആകുമ്പോൾ ഇവരിങ്ങനെ നടക്കാൻ ഇറങ്ങും. അങ്ങനെ അവരുടെ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഭയങ്കര രസമൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ ഒരു 2 ദിവസത്തേക്ക് കൂടുതലൊന്നും നിൽക്കാനേ ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കൊരു ഉള്ളേരിയ ഉണ്ട്, ഒരു കടയോ ഒന്നും ഇവിടെ അടുത്തില്ല. ഇങ്ങനെ വീടുകളാണെങ്കിൽ പോലും കുറേ അകന്നൊക്കെയാണ്. മൊബൈലിനാണെങ്കിൽ റേഞ്ച് ഇല്ല. അങ്ങനത്തെ ഒരു ഭയങ്കരമായ ഒരു സ്ഥലമെന്ന് തന്നെ പറയാം. ഇവിടെയൊക്കെ മൊത്തത്തിൽ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു സ്ഥലം തന്നെ. ഇതൊക്കെ ലോക്കലായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ വൈകുന്നേരങ്ങളിൽ കണ്ടില്ലേ ഇങ്ങനെ കളിക്കാൻ ഇറങ്ങണതും നടക്കാൻ ഇറങ്ങണതും ഒക്കെയാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കപ്പിൾസൊക്കെയാണ് ആ നിൽക്കണത്. അങ്ങനെ ഒരുപാട് ഫാമിലികൾ അവരിങ്ങനെ കൂടും അത്രേ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങുക, വർത്താനം പറയുക, അങ്ങനെയൊക്കെയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുക, വർത്താനം പറയുക, അതൊക്കെ തന്നെയാണ് അവരും പറയണത്. എന്തായാലും ഒരു പ്രത്യേക ഒരു സ്ഥലമല്ലേ. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറേ നാളൊന്നും അങ്ങനെ നിൽക്കലൊന്നും നടക്കൂലേ, പോലെയൊക്കെ വന്ന് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ ഒരു കൃഷിസ്ഥലമൊക്കെ അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ നടന്നത് എന്താണ് ഐറ്റമൊന്നും അറിയില്ല. ചോളാണോന്നാവും, എന്തായാലും കുഴിച്ചിട്ടിട്ട് അധികം ആയിട്ടില്ലെന്ന് തോന്നണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ മുളച്ചു വന്നിട്ടേ ഉള്ളൂ. ഒരുപാട് കൃഷികൾ കണ്ടായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേയൊക്കെ നടന്നു, കുറേ കാഴ്ചകൾ കണ്ടു. നല്ല അടിപൊളിയായിരുന്നു. ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോഴാണ്ട് അവിടെ ആ ഒരു പറമ്പിൽ കുതിര നിൽക്കണ കണ്ടത്. കുതിരയും പശുവും ഒക്കെ ഇങ്ങനെ പുല്ല് തിന്നണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ദൂരത്തിൽ ആ പറമ്പിൻ്റെ ഉള്ളിലായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഇങ്ങനെ നടക്കാൻ വലിയ ശല്യങ്ങളോ വലിയ ഒന്നുമില്ല, നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ അതേ നോക്കിക്കണ്ടേ, കുതിര കണ്ടില്ല? ആ കുതിരയുടെ അറ്റത്തായിട്ട് കാണുന്ന വീട് കണ്ട, അതാട്ടോ നമ്മൾ താമസിക്കുന്ന വീട്. കാടിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കണ പോലെ തോന്നണില്ലേ? അങ്ങനെയാട്ടോ, നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഫുള്ള് കാടാണെന്നേ. അങ്ങനെ കുറേയൊക്കെ നടന്നു പോകുന്ന വഴിയിൽ കണ്ടതാണ്ടോ അതേ ഒരു പൂക്കൾ. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടാണ്ടോ തോന്നിയത്, പക്ഷേ ഇത് ഒറിജിനൽ പൂവാണെന്നേ നിങ്ങൾക്ക് തോന്നുമ്പോൾ. അങ്ങനെ നമ്മൾ ഈ ഫ്ലവർ വേസിലൊക്കെ വെക്കണ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൂവായിട്ട് തോന്നൂലേ, പക്ഷേ ഇത് ഒറിജിനൽ പൂവാണ്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇപ്പോൾ പോരാത്തതിന് സമ്മറിലേക്ക് കടന്നപ്പോഴത്തേനും ഫുള്ള് പൂക്കളായിരിക്കുമല്ലോ, പല വെറൈറ്റികളായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ ഒരു ഈവനിങ്ങിലുള്ള ഈ ഒരു നടപ്പ് അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ വന്ന് പിള്ളേർക്ക് കളിക്കണമെന്നും പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം അവിടേക്ക് നിന്ന് കളിച്ചു.
വലിയ ഒരു ആളോ ബഹളങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളെപ്പോലെ വന്ന് താമസിക്കുന്ന എയർബിഎൻബി വഴിയുള്ള ആളുകളൊക്കെ അപ്പുറത്ത് വീടുകളിലൊക്കെ ഉണ്ട്. എല്ലാവരും അവരവരെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെയാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നത്. നമ്മൾ മാത്രം ഇങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം അതൊക്കെ കഴിഞ്ഞതേ ഇപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളിതേ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. നോക്കിക്കേണ്ട അറ്റത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ഇറങ്ങണത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും ക്യാമ്പ് ഫയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴത്തേനും കുറച്ച് വിറകൊക്കെ ആ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഉണ്ടായിരുന്നു കുറേ വിറകുകളൊക്കെ. എങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴേ ഒരു കിറ്റ് കുറേ വിറകൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാടിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാമ്പ് ഫയർ എത്തിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ വിറകൊക്കെ പെറുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ ഇടണേണ്. ആദ്യം തന്നെ അവരുടെ വിറകാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളപ്പോൾ അതേ ഇവിടെ കുറേ വിറകൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇത് തീ കത്തിക്കാൻ വേണ്ടി പോകണം. വല്ലതും കാണുന്നുണ്ടോ? ഉള്ളിരിട്ടാ. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ടാണത്. ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗത്ത് കണ്ട ഫുള്ള് കാടാ. നമ്മൾ നേരത്തെ ട്രെക്കിങ്ങിന് പോണ ഭാവമൊക്കെ കാണിച്ചില്ലേ, സ്ഥലമാണിത്. ബാക്ക് സൈഡ് കണ്ടില്ലേ, കണ്ടിട്ട് പേടിയായിട്ട് വയ്യ. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ പുല്ലാണ്. ആകെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല വൃത്തിക്ക് കിടക്കണം. പക്ഷെ നമുക്കൊക്കെ ഒരു പേടിയായിരിക്കുമല്ലോ വല്ല പാമ്പൊക്കെ ഉണ്ടാവുമെന്ന്. നമ്മൾ തീ കത്തിക്കാനുള്ള കുറേ സാമഗ്രികളും പിന്നെ അതുപോലെ തന്നെ പെട്രോൾ അങ്ങനെ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് കത്തിച്ച് കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പോരാത്തതിന് ഇപ്പോൾ ഒരു തണുപ്പും കൂടി ആയപ്പോഴേ കത്തി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് കത്തി കിട്ടി. കുറേ നേരത്തിന് കാത്തിരിപ്പിന് ശേഷം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിറകായിരുന്നു കേട്ടോ കുറച്ചും കൂടി നല്ലത്. കാരണം ഇത്തിരി ചൂടുള്ള വിറക് നമ്മുടെ ആയിരുന്നു. അങ്ങനെ ആദ്യം അതൊക്കെ കത്തി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവരുടെ വിറക് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നേ. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. നമ്മൾ ഒരുപാട് റിസോർട്ടുകളൊക്കെ പോയിട്ട് ക്യാമ്പ് ഫയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വിറക് കത്തിച്ച് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യണത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത്, അതും ഒരു കാടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ തീയൊക്കെ കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ അതൊന്നും എന്താ പറയുക, ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ സ്വന്തമായിട്ട് ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യണത്. അതിൻ്റേതായ ഒരു സന്തോഷം. ആദ്യം ഇത് അങ്ങനെ പിടിച്ചൊന്നുമില്ല തീ. പിന്നെ നമ്മൾ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ടുണ്ടായി. അതിട്ട് പിന്നെ പെട്രോൾ ഒന്നും കൂടിയൊക്കെ ഒഴിച്ച് ചുറ്റിച്ചപ്പോഴാണ് ഇതൊന്ന് തീ പിടിച്ച് കിട്ടിയത്. എന്തായാലും അടിപൊളി. കുറച്ച് വിറകും കൂടി ഉണ്ട്, അത് എടുക്കാൻ പോയേക്കണേന്. ഇപ്പം ഒരുവിധം വെട്ടായല്ലേ ഇവിടെയൊക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ. ഈ തണുപ്പത്ത് നല്ല സുഖമുണ്ട് ഈ ഒരു ചൂട് കാഞ്ഞ് നിൽക്കാൻ. തണുപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല, എന്നാലും ഉണ്ട് തണുപ്പ്. അതാണ് ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിൽ നിൽക്കണത്. അതും കൂടി ഇട്. ഏതായാലും കത്തിച്ച്. അതെന്ത് സാധനം അത്? അതാണ് ഇത് പിടിക്കണത്. അത് ശരി. ഞാൻ ഈ കമ്പും പിടിച്ച് നിന്ന വെറുതെ. അപ്പം ഈ കമ്പ് വെച്ച് കൊടുക്കട്ടെ. തീർന്നതോടുകൂടി ആ കൊള്ളാലേ ആ സാധനം. ആ ഒരു കമ്പിയേ. പിന്നെ ഓരോന്നിനും ഓരോ ടെക്നിക്ക് ഉണ്ട്. ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ നിന്നായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോന്നു. അത് കത്തി തീരാൻ നോക്കിക്കഴിഞ്ഞാൽ ആ മൊത്തം അവിടെ നിൽക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ റെഡിയാക്കണ്ടേ. ആളടച്ചേക്രാസ് ഞാനപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാർബിക്യൂ ചെയ്യാനായിട്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു. ഇവിടെ വന്ന് മസാല തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം കിട്ടില്ല. അപ്പോൾ അതാണ് ഒരു എളുപ്പപ്പണി ചെയ്തതാണ്.
അപ്പോൾ അത് ബോക്സിലാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സുഖമാണല്ലോ, നമുക്കത് പിന്നെ അങ്ങോട്ട് ചുട്ടെടുത്താൽ മതിയല്ലോ. അങ്ങനെ അപ്പോൾ അതേ നമുക്കങ്ങനെ അടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കനൽ പോലെ അല്ല കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ന്യൂയോർക്കിലൊരു വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഇതുമാതിരി കനലൊക്കെ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ കനലൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇതൊരു ഗ്യാസ് അടുപ്പാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അതാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടുകട സ്റ്റൈൽ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഓയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓയിലൊക്കെ അതിൽ ഒഴിച്ച് ആദ്യം തന്നെ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. കാര്യം അവരിത് ഉപയോഗിക്കണമൊക്കെ തന്നെയായിരിക്കും, എന്നാലും മൊത്തത്തിൽ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി അതിന് ശേഷമാണ് ഇതേ ഓയിലൊക്കെ ഒഴിച്ച് നമുക്ക് ഇനിയിപ്പോൾ ചിക്കൻ നമുക്കിനി ഇതിലേക്ക് ഇടാം. ആദ്യം തന്നെ അഫ്ഗാനി ചിക്കനാണ് സ്റ്റേജിലേക്ക് കടക്കാൻ പോകുന്നത്. അഫ്ഗാനി ചിക്കൻ ഓൺ ദി സ്റ്റേജ്. എന്താ ബാസു? എന്താണ് ഗ്രില്ല് തിന്നാൻ പോകണോ? പിന്നാണ്ട് അല്ല അപ്പൊ നാളെ നാളെ അല്ലേ, ഇപ്പൊ തന്നെ തിന്നും. പത്തിന് വേണ്ടേ? വേണം. രണ്ടാമത്തെ ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ ഓൺ ദ സ്റ്റേജ്. നമ്മളിപ്പോൾ 2 ഫ്ലേവറിലായിട്ടുള്ള ചിക്കനാട്ടോ മസാലയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അഫ്ഗാനി, പിന്നെ അതുപോലെ തന്നെ ഒന്ന് നോർമലായിട്ടുള്ള ടൈപ്പ്. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. 3 പീസാണ് നമ്മൾ കൊണ്ടുവന്നുള്ളൂ. ഇനിയിപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ അത് എന്ത് ചെയ്യും, അതുകൊണ്ട് ആകെ 3 പീസ് എടുത്തത്. നമ്മളങ്ങനെ ഇടയ്ക്ക് ഓയിലൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ കുറേ നേരം ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു. അതിന് ശേഷം നമ്മളിതേ കുറച്ച് സവാളയും കുറച്ച് ക്യാപ്സിക്കും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പാത്രം പ്ലേറ്റ് എടുത്തിട്ട് വരോടി, ആ സവാള എടുത്ത പ്ലേറ്റ് ഒഴിച്ചോട്. അങ്ങനെ നമ്മുടെ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഗ്രില്ല് പോലെ ആക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ഓയിലൊക്കെ ഇട്ട്. അതിന് ശേഷം നമ്മളിതേ ഫ്രോസൺ പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മലബാർ പൊറോട്ട. അപ്പോൾ അതും ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയും ചിക്കനും അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഡിന്നർ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അതും വേറൊരു വീട്ടിൽ പോയിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തായാലും പറഞ്ഞറിയിക്കാൻ വയ്യാട്ടാ ഈ ഒരു സന്തോഷം. പിന്നെ മാത്രമല്ല ചിക്കനൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡുകളെല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇഷ്ടപ്പെട്ടോ ചിക്കൻ? ചിക്കനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്.